ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്കും കുട്ടൂനും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലീനിങ് ഡേ ആണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് വാറാമല, ഫാൻ തുടയ്ക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലീനിങ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എൻ്റെ തിരുവാതിര കളി പോയതിൻ്റെ നമ്മൾ ഈ ഒരു പരിപാടികൾക്കൊക്കെ കിട്ടുമല്ലോ ട്രോഫീസ്, അതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്നത് ഞങ്ങൾ ഈ ഇടയിൽ NSSൻ്റെ ആലത്തൂരിൽ വെച്ചിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മണി പ്ലാന്റൊക്കെ ഒന്ന് നീളം വലുതൊക്കെ ഉള്ളതിനൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഓരോ ഇതിലൊക്കെ ആയിട്ട് സെറ്റാക്കി. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട പണിയില്ല. ഇന്ന് അച്ഛൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്, ചിക്കൻ ബിരിയാണി. ചിലവരൊന്നും മണ്ഡലമാസമായതുകൊണ്ട് കഴിക്കണവരില്ല, ചിലവർ കഴിക്കും. നമ്മൾ കഴിക്കാറില്ല സാധാരണ. പക്ഷേ ഈ പ്രാവശ്യം ഇന്നിപ്പോൾ എൻ്റെ ചേട്ടൻ ചെന്നൈക്ക് പോവും. അപ്പോൾ അവനും പോവില്ലേ എന്നുള്ളതിൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. അവനവിടെ ധൃതി പിടിച്ച് കഷ്ണങ്ങൾ പറഞ്ഞ സവാളൊക്കെ അരിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മെയിൻ ചെഫ് നാരായണൻകുട്ടി. റാവുത്തർ ബിരിയാണി പറയുന്ന പോലെ സ്റ്റൈലിൽ നമുക്ക് നാരായണൻകുട്ടി ബിരിയാണി എന്ന് പറയാം. ഇത് അച്ഛൻ ഉണ്ടാക്കുന്ന ബിരിയാണി വന്ന് തമിഴ്നാട്ടിൽ പറയുന്ന തലപ്പാക്കെട്ട് ബിരിയാണിയാണ്. ആ സ്റ്റൈലിലാണ് അച്ഛൻ ഇത് പഠിച്ചത്. അച്ഛൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷന്, അച്ഛൻ റെയിൽവേയിലായിരുന്നു. അപ്പോൾ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ നമ്മൾ വെക്കുമ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഏർപ്പാട് ചെയ്ത് ഒരു കാറ്ററിംഗ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അച്ഛനും അത് വളരെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമുക്കൊരു നെഞ്ഞെരിച്ചലോ സ്റ്റൊമക്ക് അപ്സെറ്റോ അങ്ങനെ ഒന്നും ആയില്ല. നല്ല എന്താ പറയുക, ഇത്രയും പേർക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു നെഗറ്റീവ് നമുക്കതിൽ ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ മസാലകൾ കുറവായിരുന്നു. അപ്പോൾ അച്ഛൻ അവർക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഇൻഗ്രീഡിയൻറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ളത് അച്ഛന് പറഞ്ഞു കൊടുത്തപ്പോൾ അച്ഛനത് 1-2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ അച്ഛനത് അതേ ഇതിൽ തന്നെ കിട്ടി, അതേ ടേസ്റ്റിലും നല്ല രീതിക്ക് തന്നെ കിട്ടി. ഈ ബിരിയാണിയുടെ കൂടെ ആളൊരു വത്തക്കുഴമ്പ് പറഞ്ഞുള്ള ഒരു ഇതും കൂടെ ചെയ്തു തരും, വഴുതിനിങ്ങ വെച്ചിട്ട്. അത് അടിപൊളിയാണ് കേട്ടോ. ആ ബിരിയാണിക്ക് വത്തക്കുഴമ്പ് അടിപൊളി കോമ്പിനേഷനാണ്. പക്ഷേ അത് ഉണ്ടാക്കിയിട്ടില്ല ഇന്ന്. അത് ഇനിയൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ അത് നല്ല പ്രാക്ടീസായി. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൽ ഒഴിവാക്കി. പിന്നെ എപ്പോൾ ബിരിയാണി ഞങ്ങൾക്ക് കഴിക്കണോ തോന്നിയാൽ ഇതുപോലെ മേടിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല എത്രയും പേര് അച്ഛൻ പണ്ട് ഒരു 10, 25, 30 പേര് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ അപ്പോൾ അച്ഛന് അതിൻ്റെ ആ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാക്കണം എന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് ലെമൺ ജ്യൂസാണ് കേട്ടോ, ഫൈനലി ഒഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളത് അടച്ച് വെക്കും. അമ്മ ആ ഗ്യാപ്പിൽ പപ്പടമൊക്കെ കാച്ചി സാലഡൊക്കെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ബിരിയാണി ആയാൽ നമ്മൾ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഫൈനലി ബിരിയാണി ഈസ് റെഡി. അടിപൊളി തലപ്പാക്കട്ട് ബിരിയാണി റെഡി. അപ്പോൾ ഇല കൊണ്ടുവന്നു, മുട്ട വെച്ചു, പപ്പടം വെച്ചു, പിന്നെ സാലഡ് വെച്ചു, ബിരിയാണി ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ നാളെ കാണാം. ബൈ.